എൻ്റെ പേര് സുമിത. ഞാൻ മലേഷ്യയിലാണ്. എൻ്റെ സാക്ഷി എന്ന് പറഞ്ഞാൽ ഞാൻ 2017 ലാസ്റ്റോടു കൂടിയാണ് ഈശോയെ അറിയാൻ തുടങ്ങിയത്. അവിടുന്ന് 2018 കൊറോണ വന്നത്. കൊറോണ വന്നപ്പോൾ തന്നെ എല്ലാം എനിക്ക് വേണ്ടി നടന്നതുപോലെ എനിക്ക് തോന്നിയ എല്ലാ പ്രാർത്ഥനകളും പ്രയറുകളും എല്ലാം കൂടെ ഒരു അച്ഛൻ്റെ ധ്യാനത്തിലാണ് ഞാൻ ഈശോയെ ഫസ്റ്റ് തന്നെ അറിയാൻ കാരണം. അവിടുന്ന് ഒരു ദിവസം കൃപാസനത്തിൽ അച്ഛൻ്റെ ധ്യാനം ഉണ്ടായിരുന്നു. ആ ധ്യാനം ഞാൻ കേൾക്കുമ്പോൾ എനിക്കത് അങ്ങനെ കേൾക്കണമെന്ന് തോന്നിയില്ല. പക്ഷെ അന്ന് രാത്രി മുഴുവൻ എന്നോട് കൃപാസനം അത് കേൾക്കാനായിട്ട് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാനത് കേൾക്കാൻ തുടങ്ങി. ഇന്ന് വരെയും ഞാൻ അച്ഛൻ്റെ ധ്യാനങ്ങളോ അല്ലെങ്കിൽ അച്ഛൻ്റെ ഇവിടുത്തെ ഓരോ ശുശ്രൂഷകളും ഞാൻ ഇന്ന് വരെ മുടക്കാറില്ല. എല്ലാം ഞാൻ കാണാറുണ്ട്. പിന്നെ എന്ത് പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയില്ല. ഞാനൊരു ഹിന്ദുവാണ്. പക്ഷേ എല്ലാ പ്രാർത്ഥനകളും എന്നെ ഈശോ പഠിപ്പിച്ചു, അമ്മയും ഈശോയും കൂടെ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ടോക്ക് കേട്ടിരുന്നു, ഈശോയെ പ്രാർത്ഥിക്കുമ്പോൾ അത് അമ്മയെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ എനിക്കതൊരു സംശയം പോലെ വന്നു. അയ്യോ, എന്നെ ഈശോ ഇട്ട് പോവോ എന്നെനിക്കൊരു പേടി തോന്നി. പക്ഷേ നോക്കുമ്പോൾ പിന്നെ അച്ഛൻ്റെ ഓരോ ടോക്കുകളിലും അതിങ്ങനെ അമ്മയെക്കുറിച്ച് കൂടുതൽ പറയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അമ്മയെക്കുറിച്ച് കൂടുതൽ വിശ്വാസം വന്നു. അങ്ങനെ അമ്മയിലേക്ക് കൂടുതൽ വളരാൻ തുടങ്ങി. അവിടെ നിന്ന് എനിക്ക് കിട്ടിയ സാക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഭയങ്കര കടഭാരത്തിലായിരുന്നു. എങ്ങനെ രക്ഷപ്പെടണമെന്നൊന്നും അറിയില്ലായിരുന്നു. ഒരു 10-75 പവനോളം ഇങ്ങനെ ബാങ്കിൽ പണയമായിരുന്നു. പക്ഷെ അത് എടുക്കാൻ ഒരു വഴിയും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഒരു കാശിനോ ഒന്നിനും ഒരു വഴി ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ അത് പോകുക തന്നെയായിരിക്കും. പക്ഷെ അതിന് ലേലത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരു 4 ദിവസം ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അത് ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം അതിനുള്ള കാശും പണമൊന്നും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരാൾ മുഖാന്തരം ഞങ്ങൾക്ക് ആ 81,000 വെള്ളി ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ആ സമയത്ത് ആ 4 ദിവസം എന്നുള്ള ആ 4 ദിവസം കൊണ്ട് ഞങ്ങൾക്കത് മാതാവ് കൊണ്ടുവന്ന് എത്തിച്ചു തന്ന പോലെ ഞങ്ങൾക്ക് എത്തിച്ചു തന്നു. അത് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു, അത് മാതാവ് തന്നെയാണ് എന്ന്. അവിടെ നിന്ന് ഞങ്ങൾ സാക്ഷ്യം പറയാനായിട്ടാണ് ഇവിടേക്ക് വന്നത്. പക്ഷേ സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ വന്ന് നിന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു തിരിച്ചു പോകുമ്പോൾ എന്തായാലും 4 ദിവസം ഇവിടെ വന്ന് തങ്ങിയിട്ട് പോവാം, അപ്പോൾ പറയാമെന്ന് കരുതി. അപ്പോൾ ആ അച്ഛനും സമ്മതിച്ചായിരുന്നു സാക്ഷ്യം പറയാനായിട്ട്. പക്ഷേ തിരിച്ചു പോകാൻ നേരത്ത് വീട്ടിൽ ചെന്ന് അപ്പോൾ ഈശോ എന്നോട് പറയുന്നത് പോലെ തോന്നി, നിനക്ക് എന്നേക്കാൾ വലുതാണോ നിൻ്റെ സ്വന്തം ബന്ധങ്ങളെന്ന് എന്നോട് ചോദിക്കുന്നത് പോലെ എനിക്ക് പിന്നെ തോന്നി. ഞാൻ ഈശോയോട് അതിന് വേണ്ടിയിട്ട് ഒരുപാട് സോറിയും പറഞ്ഞു. പക്ഷെ പിന്നെ വന്ന് സാക്ഷ്യം പറയാൻ പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഇല്ല, നീ എന്തിനു വേണ്ടിയാണ് സാക്ഷ്യം വെച്ചിരിക്കുന്നത്? പറമ്പ് വിൽക്കാനല്ലേ, അപ്പോൾ അതും കൂടി ശരിയാവട്ടെ എന്ന് പറഞ്ഞു. ഇപ്പം എൻ്റെ പറമ്പ് വിൽക്കേണ്ട കാര്യം എനിക്ക് ശരിയായി കഴിഞ്ഞു. ഞാൻ അതിന് റേഷന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് പോവാമെന്ന് കരുതിയാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ മക്കൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വിശ്വാസമൊന്നുമില്ല. ജീവിത പങ്കാളിക്കും വലിയ വിശ്വാസമില്ലാത്ത ആൾക്കാരായിരുന്നു. പക്ഷേ ജീവിത പങ്കാളി ഇങ്ങനെ ഓരോ ട്രോള് കേൾക്കുമ്പോൾ എന്നെ ഇങ്ങനെ അതിങ്ങോട്ട് ഇട്ട് തരുമായിരുന്നു എനിക്ക്. അപ്പം ഞാൻ പറഞ്ഞു, വിശ്വാസം ഉണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കിതിൽ വിശ്വാസമാണ്, മാതാവിന് എനിക്ക് വിശ്വാസമാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ പറമ്പിൻ്റെ കാര്യം തന്നെ ഒരുപാട് നീണ്ടു പോവുകയാണ്. 20 വർഷമായിരുന്നു ഞങ്ങളുടെ ഈ സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ട് കിടന്നിരുന്നത്. പക്ഷേ ആ 20 വർഷമായിട്ട് ഇപ്പോൾ ഈ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്കത് സാധിച്ചു കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ ഭർത്താവ് ആ കുട്ടീനെ ഡൈവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ആ കുട്ടിയെ വെച്ചെങ്കിലും നല്ലൊരു കുട്ടിയാണെന്ന് എൻ്റെ മനസ്സിൽ അവൾക്ക് തോന്നി. അപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞത് അങ്ങനെയാണ്, അമ്മേ നീ കൂട്ടിച്ചേർക്കുമെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം സന്തോഷകരമാവുമെങ്കിൽ നീ കൂട്ടിച്ചേർക്ക്, ഇല്ല എങ്കിൽ ആ കുട്ടിക്ക് നല്ലൊരു ജീവിതത്തെ നീ കൊടുക്കുക എന്ന് പറഞ്ഞു. പക്ഷേ ഒരു 9 മാസത്തോളം ആ കുട്ടിയുടെ ഒരു വിവരവും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ നാട്ടിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം വരാൻ വേണ്ടി നിൽക്കുന്ന ആ തലേ ദിവസം രാത്രി ആ കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി എനിക്ക് നല്ലൊരു ജോലി കിട്ടിയിട്ടോ ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് ഒരുപാട് നന്ദി പറഞ്ഞു ഈശോയോടും. കാരണം അതായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ എനിക്കത് ചോദിക്കാൻ പേടിയായിരുന്നു ഈശോയോട്. കാരണം ഈശോ പറഞ്ഞിട്ടില്ല ബന്ധങ്ങൾ ഒരിക്കലും വേർതിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കതൊരു പേടിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീടൊരു കാടുകളുടെ അടുത്തായിട്ടാണ് ഞങ്ങളുടെ വീട്. പക്ഷെ ആ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പാമ്പുകൾ വരുമായിരുന്നു ഇങ്ങനെ. പക്ഷെ ഞാൻ എപ്പോൾ പാമ്പിനെ കാണുന്നുണ്ടെങ്കിലും ജപമാല ചെല്ലുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 2 സിസ്റ്റേഴ്സ് ജപമാല ചെല്ലുമായിരുന്നു. 2018 സ്റ്റാർട്ടോട് കൂടിയിട്ട് 2 സിസ്റ്റേഴ്സ് അഖണ്ഡ ജപമാല ചെല്ലുമായിരുന്നു. അതിൻ്റെ കൂടെയാണ് ഞാൻ ചെല്ലാറ്. കാരണം എനിക്കങ്ങനെ ജപമാല ചെല്ലാൻ അറിയില്ലായിരുന്നു, രഹസ്യങ്ങളൊന്നും പറയാൻ എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഈ ജപമാല ചൊല്ലി കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം കതവ് തുറന്ന് നോക്കുമ്പോൾ കതകിൻ്റെ മേലെ നിന്ന് ആ പാമ്പ് താഴത്തേക്ക് വീണു കഴിഞ്ഞപ്പോൾ ഞാനിത് എന്താണെന്ന് കണ്ടില്ല. തള്ളി നോക്കുമ്പോൾ അതൊരു പാമ്പായിരുന്നു. അത് പക്ഷേ ഓടിപ്പോയി. പക്ഷെ ഞാൻ ജപമാല, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പാമ്പിനെയൊക്കെ. പക്ഷെ ഞാൻ ജപമാല മുറുകെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ ആ സാധനം എവിടെയും ഓടിപ്പോവരുത്. പക്ഷെ അവിടെയൊക്കെ പാമ്പിനെ പിടിക്കാനായിട്ട് ഇങ്ങനെ ഓരോരുത്തർ വരികയാണ് ചെയ്യുക.
അവർ വരുന്നത് വരെ അത് അവിടെ നിൽക്കണേ എന്ന് പ്രാർത്ഥിച്ചു. നോക്കുമ്പോൾ അത് അവിടെ നിന്നു. അങ്ങനെ അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു പാമ്പ് ഒരു അലമാരയുടെ ചോട്ടിൽ. അതെന്താ അങ്ങനെയാണെന്ന് ചോദിച്ചെങ്കിൽ, മാതാവിനും ഈശോനും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു അലമാരിക്ക് മേലെ ചാരി ഇങ്ങനെ ഇരുന്നിട്ടാണ് പ്രാർത്ഥിക്കാറ്. പക്ഷേ ഈ സമയത്ത് ഒരാഴ്ചയായി എന്ന് പറയേണ്ട പിടിക്കാൻ വന്നവർ ഈ പാമ്പ് അവിടെ ഇരുന്ന് തുടങ്ങിയിട്ട്. അന്നും ഇതേപോലെ തന്നെ ഒരു ദിവസം ഞാൻ ജപമാല ചൊല്ലിയോണ്ട് ഇങ്ങനെ അലമാരയുടെ അടുത്ത് ഇങ്ങനെ വന്നപ്പോൾ എനങ്ങുന്ന ശബ്ദം കേട്ടപ്പോൾ എനിക്ക് തോന്നി എന്തോ അതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് തോന്നി. ധൈര്യമായിട്ട് ഞാൻ ഇത് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് നോക്കുമ്പോൾ പാമ്പാന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ അവിടെ തന്നെ ധൈര്യത്തോടു കൂടെ ഞാൻ നിന്നു. ആ പാമ്പ് വന്നു, അവർ പിടിക്കുന്ന ആൾക്കാർ വന്നു, അത് പിടിച്ചിട്ട് പോയി. ഒരു ദിവസം അതേപോലെ തന്നെ ജപമാല ഇപ്പം അടുത്താണ് കേട്ടോ, അതൊരു മലമ്പാമ്പായിരുന്നു. അവിടെയൊക്കെ ഇങ്ങനെ കാടുകളുടെ അടുത്തുള്ളപ്പോൾ എന്തോ ഇറങ്ങി വരും എന്ന് പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ സന്ധ്യാനേരത്ത് സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ജപമാല ചൊല്ലിക്കൊണ്ട് നിൽക്കുന്ന നേരത്ത്, ജപമാല എൻ്റെ കഴിഞ്ഞു ഞാൻ നിർത്താൻ നിൽക്കുന്ന നേരത്തെ എൻ്റെ കണ്ണിലിങ്ങനെ എന്തോ ഒരു സാധനം അനങ്ങണ മാതിരി എനിക്ക് തോന്നി. നോക്കുമ്പോൾ അത് വലിയൊരു മലമ്പാമ്പ്. പക്ഷെ അത് ഒന്നിനും വിഴുങ്ങാത്തത് കാരണം അതിനങ്ങനെ വണ്ണം തോന്നിക്കായിരുന്നില്ല, പക്ഷെ ഭയങ്കര നീളമായിരുന്നു. പക്ഷെ അത് തിരിച്ച് ഇതേപോലെ തന്നെ അവർ വന്ന് പിടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് എൻ്റെ വായിൽ ഇവിടുത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് എൻ്റെ വായിൽ വന്നത്. മറ്റേത് ഞാൻ ജപമാലയായിരുന്നു ചെല്ലാറ്. പക്ഷേ അപ്പം എനിക്ക് തോന്നി അമ്മ എൻ്റെ കൂടെ ഉണ്ട്, അത് പ്രാർത്ഥിക്കാനായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അതെന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെ മുന്നേ ഒന്നും എനിക്ക് അച്ഛൻ ഇവിടെ പ്രത്യക്ഷ പ്രാർത്ഥന പറയാൻ ചെല്ലുമ്പോൾ എനിക്കതിങ്ങനെ കാണാതെ ചെല്ലാൻ അറിയില്ലായിരുന്നു. ഇപ്പോഴങ്ങനെ ഒരു ബുക്ക് എടുത്ത് ചെല്ലണമായിരുന്നു. പക്ഷേ ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും ഉണ്ടായില്ലല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴായിരുന്നു പ്രത്യക്ഷയുടെ പ്രാർത്ഥന എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചെല്ലാൻ കഴിയണു. അപ്പോൾ ഞാനിപ്പോൾ അത് കൂടുതൽ പ്രാവശ്യം ചെല്ലാൻ തുടങ്ങും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഓർഫനേജുകൾക്ക് എന്നെക്കൊണ്ട് കഴിയുന്നത്, ഞാൻ അവിടെ കടത്തിലാണ്, അപ്പോൾ അതുകൊണ്ട് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ അനാഥാലയങ്ങൾക്കോ അല്ലെങ്കിൽ ഇതിലൊക്കെ കൊടുക്കും. പിന്നെ ഒരു ക്യാൻസർ രോഗിയായ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിക്ക് ഭർത്താവും ശരിയല്ല, പിന്നെ കുട്ടികളൊന്നും ഇല്ലാത്തൊരു ചേച്ചിയാണ്. അപ്പം ഞാനത് അറിഞ്ഞ അന്ന് തൊട്ടിട്ട് ഈ മാസം വരെയും ഞാൻ ആ ചേച്ചിക്ക് എന്നെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയൊരു തുക ഞാൻ അയച്ചു കൊടുക്കും. പിന്നെ മലേഷ്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഓരോ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ വീൽ ചെയർ ആവശ്യമുള്ളവർക്ക് അല്ലെങ്കിൽ പഠിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് അങ്ങനെയൊക്കെ അവരിങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ തുക ഞാൻ അങ്ങനെ കൊടുത്ത് സഹായിക്കാറുണ്ട്. പത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് 3 പ്രാവശ്യമാണ് പത്രം വാങ്ങിയിട്ട് പോയത്. ആ പത്രം വാങ്ങിയ ദിവസങ്ങളിലെല്ലാം ഞാൻ കൊടുക്കാറുണ്ട് എല്ലായിടത്തും. അങ്ങനെ അതും ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യാറുണ്ട്. മലേഷ്യയിലും കൊണ്ടുപോയിട്ട് ഞാൻ ഇതേമാതിരി ഇംഗ്ലീഷ് പത്രം വാങ്ങി കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. യെശയ്യാ 45:2 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. ഞാൻ നിന്റെ ദൈവമായ കർത്താവാണ് എന്നരുളി ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പേ പോയി പലതരത്തിലുള്ള പ്രതിബന്ധങ്ങളെ നമുക്ക് മുമ്പേ ദൂതനെ അയച്ച് നമുക്കായി എല്ലാം യോഗ്യമാക്കുന്ന രീതിയിൽ, അതായത് നമ്മെ എല്ലാത്തിനും അർഹരാക്കുന്ന രീതിയിൽ കർത്താവ് നമുക്ക് മുമ്പേ ദൂതനെ അയക്കുന്നു എന്നുള്ളതാണ്. ഈ മകള് തൻ്റെ സാക്ഷ്യത്തിൽ പറഞ്ഞു, തങ്ങൾക്ക് കടഭാരമായിരുന്നു ഇവിടെ വരുമ്പോൾ 75 പവനോളം തങ്ങളുടെ സ്വർണം അത് ലേലത്തിൽ പോകുവാനായിട്ട് വെറും 4 ദിവസങ്ങൾ മാത്രം ബാക്കി. അപ്പോഴത് ലേലത്തിൽ പോകുമെന്നുള്ളത് ഉറപ്പായി. തങ്ങളുടെ കയ്യിൽ പൈസയില്ല. ആ ഒരു അവസ്ഥയിലാണ് ഈ മകള് ഇവിടെ അമ്മയോട് പ്രാർത്ഥിക്കുക. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ എത്ര പെട്ടെന്നാണ് മറ്റൊരു സോഴ്സ് ഇവർക്ക് വേണ്ടി തുറക്കുന്നത്. അതുകൊണ്ടാണ് നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഒക്കെ ചെയ്യുന്ന കർത്താവാണ് ഞാനെന്ന് വചനത്തിലൂടെ അവിടുന്ന് അരുളി ചെയ്യുന്നത്. അങ്ങനെ തങ്ങൾക്ക് ആ ഒരു അത്രയും തുക ഒരുമിച്ച് താൻ ഒരിക്കലും കണ്ടിട്ടില്ല എന്നാണ് ഈ മകൾ പറഞ്ഞത്. ആ ഒരു അവസ്ഥയിൽ ഈ മക്കൾക്ക് അതിന് സോഴ്സ് തുറന്നു കിട്ടുന്നു. അങ്ങനെ തങ്ങൾക്ക് തങ്ങളുടെ സ്വർണം ലേലത്തിൽ പോകാതെ അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ഇവർക്കത് ലഭിക്കുകയാണ്. അതുപോലെ 20 വർഷമായിട്ട് സ്ഥലക്കച്ചവടം നടക്കുന്നില്ല. അപ്പോൾ അത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി നേർച്ച വസ്തുവായ ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്നു. 1 വർഷത്തിനുള്ളിൽ അതിൻ്റെ ടോക്കണൊക്കെ ഇവർക്ക് ലഭിക്കുന്നു. ഇപ്പോൾ രജിസ്ട്രേഷനായിട്ട് വന്നിരിക്കുകയാണ്. വീണ്ടും തൻ്റെ മകൻ്റെ വിശ്വാസത്തിലേക്കുള്ള തിരിച്ചുവരവ്,
അതായത് സകല ജനതകൾക്കും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിട്ടാണ് ഈശോ ഭൂമിയിൽ അവതരിച്ചത്. ലൂക്ക 2:10 തിരുവചനങ്ങൾ അരുളി ചെയ്യുമ്പോൾ ഇന്ന് ഇവിടെ വന്ന് കൃപകൾ നേടുന്ന എത്രയോ കുടുംബങ്ങളാണുള്ളത്, എത്രയോ മക്കളാണുള്ളത്. അതിന് വർഗമോ വർണ്ണമോ ജാതിയോ മതമോ ഒന്നും പ്രശ്നമല്ല. കർത്താവിന് ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, വിശ്വസ്തരായിരിക്കണം, സത്യസന്ധരായിരിക്കണം. അതുമാത്രമേ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നുള്ളൂ. നമ്മുടെ ഉടമ്പടി ജീവിതം, അതാണല്ലോ നാം ഇവിടെ വന്ന് ജീവിതം തുടങ്ങുന്നത്. ആ ഉടമ്പടി ജീവിതം വിശ്വസ്തവും സത്യസന്ധവുമാകണമെന്ന് മാത്രം, അല്ലാതെ ഇവിടെ മറ്റ് യാതൊരു പ്രയോറിറ്റിയുമില്ല ദൈവത്തിൻ്റെ അടുത്ത്. അങ്ങനെ തങ്ങളുടെ ആ സ്ഥല കച്ചവടമാകുന്നു. അതുപോലെ 91 സങ്കീർത്തനത്തിൽ 13 തിരുവചനം ഇപ്രകാരം അരുളി ചെയ്യുന്നുണ്ട്: സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും, എന്നാലും നമ്മെ അതൊന്നും ഉപദ്രവിക്കുകയില്ല എന്ന്. എത്രയോ പ്രാവശ്യമാണ് പാമ്പിൻ്റെ അപകടം, അതായത് അതുമൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇവരുടെ കുടുംബത്തിലുണ്ടാകുന്നത്. എന്നാൽ തിരുവചനങ്ങൾ അരുളി ചെയ്തത് തീർച്ചയായും നമുക്ക് വേണ്ടിയിട്ടാണ്. നാം ഈ വചനത്തിലാണ് നാം വേരൂന്നി ജീവിക്കുന്നത്. അപ്പോൾ തൻ്റെ വാക്കുകൾക്ക് മാറ്റം ഭവിക്കില്ല എന്ന് പറഞ്ഞ കർത്താവ് പറയുന്ന വാക്കുകൾ അതെത്രയോ അന്വർത്ഥമാവുകയാണ്. അങ്ങനെ ഉടമ്പടി ജീവിതത്തിലൂടെ തൻ്റെ കുടുംബത്തിന് ലഭിച്ച കൃപകൾ, താൻ എത്ര ജപമാല ചൊല്ലുന്നു, ജപമാല ചൊല്ലാനൊന്നും തനിക്ക് അറിയില്ലായിരുന്നു. എന്നാൽ അതൊക്കെ പഠിച്ച് എത്രയോ ജപമാലയോടൊരു ഇഷ്ടം, അമ്മയുടെ കൈപിടിച്ച് ഈശോയിലേക്ക് നടന്നെടുക്കുകയാണ് താനെന്നാണ് പറഞ്ഞത്. തൻ്റെ ഭർത്താവും കൂടി ഉടമ്പടി എടുത്തെങ്കിലേ സ്ഥലത്തിൻ്റെ ആ ഒരു കാര്യത്തിൽ തീരുമാനമാകുകയുള്ളൂ എന്ന് ഈ മകൾ പറയുമ്പോൾ ഭർത്താവും ഉടമ്പടി എടുക്കുന്നു. അങ്ങനെ കുടുംബം ഒന്നിച്ചിന്ന് ദൈവത്തെ വിശ്വസിക്കുകയും അമ്മയുടെ അപദാനങ്ങൾ പാടിക്കൊണ്ട് കർത്താവിലേക്ക് ജീവിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നാം കാണുക. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.